ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എന്താണ് വിശേഷങ്ങൾ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബസ്ബൂസ കേക്ക് ഉണ്ടാക്കണം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നേരെ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ആദ്യം നമുക്ക് അതിനുള്ളൊരു സിറപ്പ് വേണം കാച്ചിയെടുക്കാനായിട്ട് കേട്ടോ. ഇതുപോലെ ഞാനൊരു ബോൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 1.5 കപ്പ് പഞ്ചസാര ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. 1.5 അല്ല 2 കപ്പ് കേട്ടോ. കുറച്ച് വലുതായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു വലിയ ട്രേ ആണ് കേട്ടോ. ഒന്ന് 2 കപ്പ് പഞ്ചസാര. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. 1 2 3 ഒരു 3-3.5 കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ തിളച്ചത് വറ്റിയൊക്കെ വരട്ടെ. വറ്റണ്ട, ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. ഒരു 10 മിനിറ്റോളം കേട്ടോ തിളച്ചൊന്ന് കിട്ടിയാൽ മതി. എന്നിട്ട് അതിലോട്ട് നമുക്ക് 2 പീസ് നാരങ്ങ, ഇതിനകത്തോട്ട് ഒരു 2 പീസ് നാരങ്ങ ഇട്ട് കൊടുക്കുക. ഇത് സിറപ്പ് കാച്ചുന്നതാണ് കേട്ടോ. ബസ്ബൂസയുടെ സിറപ്പ് കാച്ചാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇത് ഒന്ന് തീ കൊളുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ അതവിടെ ഇരുന്നിട്ട് സിറപ്പായി കിട്ടും. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് ഒന്ന് നല്ലപോലെ തിളപ്പിച്ച് ഒരു 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. അടുത്തത് നമ്മളെ കേക്ക് തയ്യാറാക്കാം. ഓക്കെ, ഞാൻ ഇതുപോലൊരു ബോൾ എടുത്തിട്ടുണ്ട്. ഇതുപോലൊരു ബോൾ ഞാൻ എടുത്ത് 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 5 മുട്ട എടുത്തിട്ടുണ്ട്. 5 മുട്ട ഞാൻ പൊട്ടിച്ച് കൊണ്ടുവരാം കേട്ടോ. 5 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ 5 മുട്ട ഇട്ടിട്ടുണ്ട്. നമുക്കതിലോട്ട് ഒരു 3/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. 1 കപ്പ് നല്ല തൈരാണ്. 1 കപ്പാണ് തേക്കാൻ പോകുന്നത്. ഞാൻ ഇത് 1 കപ്പ് അളന്നിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. ഞാൻ കലക്കി 1 കപ്പ് തൈര് ഇതിൽ വെച്ചേക്കാണ്. ഇപ്പോൾ തൈര് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഒരു 3/4 കപ്പ് പാലും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പാലെടുത്തുകൊണ്ട് വരട്ടെ. പാലും കൂടെ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് കേട്ടോ. അപ്പോൾ തൈര് അതിലുണ്ട്, അതെല്ലാം കൂടെ കലക്കി നമുക്ക് അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ? എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വനീല പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. എസൻസ് ആയാലും പൗഡർ ആയാലും കുഴപ്പമൊന്നുമില്ല, എല്ലാവരും സ്മെല്ലിന് വേണ്ടിയാണ് ചേർക്കുന്നത് കേട്ടോ. ഇനി പിന്നെ 1/2 കിലോ സിമോലീനയാണ്. 1/2 കിലോ ആണ്. ഇത് 1 ടിന്നാണ് ഞാൻ എടുക്കുന്നത്. 1 ടിന്ന് എല്ലാം ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. 1 ടിന്ന് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് 1 കപ്പ് കോക്കനട്ട് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. മിൽക്കല്ല, പൗഡറാണ്. ഒരു 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കേട്ടോ. 2 ടീസ്പൂണാണ് കേട്ടോ. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. മൈദയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നു. മൈദ ചേർത്ത് കൊടുക്കണം, എന്നാലേ നമ്മളെ ബസ്ബൂസയ്ക്ക് ഒരു കട്ടി കണക്ക ഒരു തിക്കൻസൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. 1 കപ്പ് കോക്കനട്ടാണ്. 250 ml 1 കപ്പ് കോക്കനട്ട് പൗഡറാണ് കേട്ടോ. ഇനി നമുക്ക് അതിലോട്ട് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കണം, മധുരം ബാലൻസ് ചെയ്യാനായിട്ട്. 1 നുള്ള് ഉപ്പ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ അതിൽ ചേർക്കാണ്ട്. 1 കപ്പ് തികച്ചെടുത്തില്ല കേട്ടോ ഓയിൽ. 1 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോഴും 1 കപ്പാവും കേട്ടോ. 2 ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 കപ്പാവും കേട്ടോ. അപ്പോൾ നല്ല ഒരു ഫ്ലേവറൊക്കെയാണ് ഈ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പം. ഞാൻ അതുപോലെ തന്നെ സിറപ്പിനകത്തും 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം വളരെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാൻ നെയ്യുടെ ഫ്ലേവർ. ഇതൊന്ന് നമുക്ക് ഇത് കൊണ്ടൊന്ന് കലക്കിയെടുക്കാം. കലക്കിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കണ്ടോ? അടുത്തത് ട്രേ ആണ് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ട്രേ ആണ്, ഞാൻ വലിയൊരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ തഹ്നിയ സോസ് ഉണ്ടല്ലോ, തഹ്നിയ സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കുറച്ച് ട്രേയിൽ പുരട്ടി കൊടുക്കണം. ഇല്ലെങ്കിൽ ബട്ടർ ആയാലും മതി. ബട്ടറും ഇല്ലെങ്കിൽ എണ്ണ പുരട്ടി കൊടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഈ തഹ്നിയ സോസ് പുരട്ടി കൊടുത്താൽ നല്ല പെട്ടെന്ന് ഇളവി കിട്ടുകയും ചെയ്യും.
അടിവശം കരിയാത്തത് കണക്ക് തന്നെ നമുക്ക് ഇരിക്കും കേട്ടോ. അതിനാണ് ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നത്, പുരട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം. നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ അണ്ടിപ്പരിപ്പ കാജുവ എന്തെങ്കിലും നമുക്ക് ഒരേ ഡിസൈനിങ്ങൾക്ക് അവിടെ കുറേശ്ശെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്തായാലും എവിടെയെങ്കിലുമൊക്കെ അവിടെ കിടക്കട്ടെ ഓരോന്ന് കേട്ടോ. അപ്പം നമുക്ക് നേരെ പോവാം ഓവനിലേക്ക്. ഓവനിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ക്ലോസ് ആക്കാൻ പോവുകയാണ്. 30 അല്ലെങ്കിൽ 40 മിനിറ്റ് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടോ. നമ്മൾ കാച്ചാൻ വെച്ച സുക്കർ സിറപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മളെ ബസ്ബൂസയും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ കണ്ട നമുക്ക് പുറത്തെടുക്കാം ബസ്ബൂസ. ബസ്ബൂസ ഞാൻ ഓവനിൽ ഇവിടെ ഓഫാക്കിയിട്ടുണ്ട്. ഇതാ പുറത്തെടുക്കുകയാണ്. കണ്ടോ, ബിസ്മില്ലാ. ഭയങ്കര ചൂടാണ് കേട്ടോ. ഇതാ പുറത്തെടുത്തു. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. നമുക്ക് ചൂടോടെ വേണം ആ സിറപ്പ് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ കാച്ചിയതാണ്ട സിറപ്പുണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് അവിടെ ഒരു കുത്തു കൊടുക്കണം കേട്ടോ. ഇതിനകത്തോട്ട് എല്ലാം പിടിക്കാൻ വേണ്ടിയേ ഇതാ ഒഴിച്ചു കൊടുക്കാം. ഇതാ ബിസ്മില്ലാ. ഇതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ ഇതാ കണ്ട, നമ്മളിട്ട നാരങ്ങ അവിടെ ഉണ്ട് കണ്ടല്ലോ. എല്ലാം ഞാൻ തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ്. അവിടെ ഇരുന്ന് കുടിച്ച് വീർത്ത് വരട്ടെ കേട്ടോ. കണ്ട, ഈ ചൂടോടെ തന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം. എന്നാലേ നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ ബസ്ബൂസ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. ഇനി നമ്മൾ സർവ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ കഴിഞ്ഞ്, ഇതിപ്പോൾ സർവ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ ഇത് ഇങ്ങനെ മാത്രം ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഒന്നും കൂടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സർവ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ.